ഇന്നിവിടെ ഒരു മലയാളിക്ക വന്നായിരുന്നു കേട്ടോ. വലിയൊരു ടാങ്കർ വണ്ടിക്കകത്ത് വെള്ളം അടിക്കുന്ന ടാങ്കർ വണ്ടി ഉണ്ടല്ലോ, അതിൽ നിന്ന് അൽമഹദിയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നതാണ്. അപ്പോൾ ആണെങ്കിൽ ഞാൻ മലയാളിയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചോദിച്ചു എവിടെ വീട് എവിടെ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊല്ലത്താ, ഇക്കാൻ്റെ ഇവിടെ കാസർഗോഡാണേ. അപ്പോൾ ഇക്കാൻ്റെ ചോദിച്ചു ഒത്തിരി നാളായി വന്നിട്ട് എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഒരുപാട് നാളായി, ഇപ്പം പുതിയ വിസയ്ക്ക് വന്നിട്ട് 6 വർഷം കണ്ടായതേ ഉള്ളൂ, ഇനി ഉടനെ നിർത്തി പോകണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എൻ്റെ ചോദിച്ചു ഷുഗറും BP ഒക്കെ നോക്കി കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞാനെന്താ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഷുഗർ നോക്കിയപ്പം 500 സംതിങ്, BP നോക്കിയപ്പോൾ 154, പിന്നാണെങ്കിൽ 1 ഉണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ HbA1c ചെയ്യുമായിരുന്നു. അപ്പോൾ അത് നോക്കിയപ്പം 16, നോർമൽ 5 വരണമെന്നാണ്. അപ്പോൾ ഞാൻ ഇക്കാരടുത്ത് ചോദിച്ചു മെഡിസിനൊന്നും കഴിക്കുന്നില്ല ഇക്ക, ഞാൻ ഇവിടുന്ന് മെഡിസിൻ തരാമെന്ന് പറഞ്ഞിട്ട് മെഡിസിനൊക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇക്ക ഡയറ്റൊക്കെ ഒന്ന് ചെയ്യണം, ഇങ്ങനെ ഭാവിയിൽ കാഴ്ചയ്ക്കൊക്കെ പ്രശ്നം. അതിപ്പം പറഞ്ഞ് ദൂരക്കാഴ്ചയൊന്നും ഇല്ല, നാട്ടിൽ നിന്ന് പോയിട്ട് 2 വർഷം കഴിഞ്ഞു, ഇനിയിപ്പോൾ നിർത്തി പോകാനാണ്. പക്ഷേ ഇതുവരെയായിട്ട് സ്വന്തമായിട്ടൊരു വീടില്ല, വാടകയ്ക്കാണ് കിടക്കുന്നത്. ആദ്യമേ പെങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ, ആദ്യം വന്നപ്പോൾ 400 റിയാലിന് തുടങ്ങിയത്, ഇപ്പോൾ 2000 റിയാൽ ഉണ്ടെന്ന് പറഞ്ഞു. ചിലവൊന്നുമില്ല, ചിലവ് കഴിയാതെ 2000 റിയാൽ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത് മക്കളെ കെട്ടിച്ചത്, അത് കഴിഞ്ഞിട്ട് കൊച്ചുമക്കളായി, കാസർഗോഡ് ആ സൈഡിലോട്ടൊക്കെ ചെറുപ്പത്തിലെ പെൺപിള്ളേരെ പിടിച്ച് കെട്ടിക്കുമെന്ന്. അപ്പോൾ ഇതുവരെ സ്വന്തമായിട്ടൊരു വീടില്ല, അതിൻ്റെ ഒരു വിഷമമാണ്. പിന്നെ ഗൾഫുകാരനായതുകൊണ്ട് പഞ്ചായത്തുകാരും ആരും വീടും തരത്തില്ല, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളുടെ ഞാനൊരു കാര്യം പറയുകയാണ്, ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യന് തീരെ വയ്യ. എന്നെക്കൊണ്ട് മാക്സിമം ഒന്ന് നമ്മളെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാനും പറ്റില്ല. ഇവിടുന്ന് മെഡിസിൻ കൊടുക്കാം, ഒന്ന് ഇക്ക ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം ഇക്ക എന്നൊക്കെ പറയാനേ നമുക്ക് കഴിയുള്ളൂ. ഇനിയിപ്പോൾ ഇക്ക ഈ വഴി വരുമെന്ന് പോലും അറിയില്ല. കാരണം നമുക്ക് വെള്ളം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഹോസ്പിറ്റലിൽ അവരെ കൊണ്ട് അൽമഹദി വിളിച്ചു പറഞ്ഞിട്ട് വെള്ളം കൊണ്ടുവന്നത്. ചിലപ്പം ഇനി ഇക്കാനെ കാണാൻ പറ്റുമെന്ന് പോലും അറിയില്ല. അപ്പം നിങ്ങളോട് ഓരോരുത്തരോടത്തുമാണ് പറയണത്, നിങ്ങൾക്ക് എന്തൊക്കെ അസുഖമുണ്ട്, അസുഖം ആകുന്നതിന് മുമ്പ്, ആരോഗ്യം ക്ഷയിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു 3 സെൻറ്റ് സ്ഥലമെങ്കിലും വാങ്ങി ഒരു വീട് വയ്ക്കാൻ നോക്കുക കേട്ടോ. കഷ്ടമുണ്ട്, മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു, മരുമക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു, കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു. പക്ഷേ ആ മനുഷ്യന് വേണ്ടി ജീവിക്കാൻ മറന്നു പോയെന്നേ. ശരിക്കും പറഞ്ഞാൽ കണ്ട നമ്മുടെ ഇന്ത്യക്കാരനാ കേരളക്കാരനാന്ന് പറയില്ല, ഒരു ബംഗാളിയുടെ ലുക്കായി, മെലിഞ്ഞ് എല്ലും തോലുമായി ഒരു വല്ലാത്ത രൂപം. അപ്പം ഇത്രയും ഷുഗർ കൂടിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു നിൽക്കാൻ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു. എനിക്കത് കണ്ടപ്പം ഭയങ്കര ഒരു വിഷമം തോന്നി. ഇന്നത്തെ ദിവസം എൻ്റെ പോയി, കഷ്ടം. ചോറ് കഴിക്കാൻ പറഞ്ഞിട്ട് പോലും ആ മനുഷ്യൻ ഇന്ന് ചോറ് മേടിച്ച് കഴിച്ചില്ല. വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിന്നു. ഗ്ലാസ് വെള്ളം, ഒരു കുപ്പി വെള്ളം മാത്രമേ നമ്മുടെ അടുത്തുനിന്ന് മേടിച്ച് കുടിച്ചത്. എന്നിട്ട് വേണ്ട പെങ്ങളെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പ്രവാസികൾ കാണുമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് പെങ്ങളെ കെട്ടിക്കാൻ കാണും, മക്കളെ കെട്ടിക്കാൻ കാണും, മക്കളെ പഠിപ്പിക്കാൻ കാണും, പല 100 കൂട്ടം പ്രശ്നങ്ങൾ കാണും. അള്ളാനെ ഓർത്ത്, പടച്ചോനെ ഓർത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കിടക്കാടം ഉണ്ടാക്കണേ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ളത് ചെയ്യാൻ. ഒന്നും അതോടെ വീട് വെക്കാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല, സ്വന്തമായിട്ടൊരു കിടക്കാടം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഒരു മുറി, ഒരു അടുക്കളയും, ഒരു റോഡ് പൈപ്പൊക്കെ ഇപ്പം കിട്ടും. അങ്ങനെ ആയാലും നിങ്ങൾക്ക് ജീവിക്കാം, ആരും അടിച്ചിറക്കി വിടില്ല. ഇപ്പോൾ ഈ മനുഷ്യൻ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ നാട്ടിൽ പോയാലും ഇവിടെ വാടകയ്ക്ക് 6500 രൂപയാണ്, പിന്നെ കറണ്ട് ചാർജ് ഒക്കെ കൂടെ വരുമ്പം ചിലവാകും. നാട്ടിൽ പോയാൽ എങ്ങനെയാണ് പെങ്ങളെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു നിൽക്കുക എങ്ങനെയായാലും നാട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ്ക്ക് അറിയാം. കിടക്കാടമില്ലാത്തതിൻ്റെ വിഷമം മാത്രമേ പറഞ്ഞപ്പോൾ. ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യൻ പറഞ്ഞപ്പം എനിക്ക് നമ്മുടെ കണ്ണും കൂടെ നിറഞ്ഞു പോകുന്നുണ്ട്. ഇത്രയും വർഷമായിട്ട് ആ മനുഷ്യൻ നിന്നിട്ടേ എന്താ പറയണ്ടേ. പ്രവാസി ആയാൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാണ്, നാളെ എൻ്റെ സ്ഥാനത്ത് വേറൊരു സിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഇക്കാൻ്റെ സ്ഥാനത്ത് വേറൊരാളായിരിക്കാം. പക്ഷേ മനുഷ്യൻ്റെ കാര്യമാണ്, നമ്മൾ പ്രവാസികളാണെങ്കിൽ നമുക്ക് വേണ്ടിയും കൂടെ എന്തെങ്കിലുമൊക്കെ കരുതുക. വേറെ ഒന്നും കരുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കിടക്കാടം നിങ്ങൾ കരുതുക, അത്രയേ ഉള്ളൂ. അപ്പം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഷുഗറോ പ്രഷറോ ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ മെഡിസിൻ എടുക്കുക, ഡയറ്റ് കൺട്രോൾ ചെയ്യുക. പ്ലീസ് എല്ലാവരും ആരോഗ്യത്തോടിരിക്കുക, അത്രയേ ഉള്ളൂ. എല്ലാവരെയും ദുആയിലും എല്ലാവരും പ്രാർത്ഥനയിലും എല്ലാവരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾപ്പെടുത്തുക. വേറൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ബൈ.